ഹലോ ഗായ്സ്, ഞാൻ കൃത്തിക. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുക. നാനോപ്ലാസ്റ്റിയാണ് ചെയ്യുന്നത്. എനിക്ക് പ്രധാനമായി 2 ടെൻഷൻസ് ഉണ്ട് ഗീസ്. ഒന്ന്, ഇത് ശരിയാകും എന്ന ടെൻഷൻ. അതിനേക്കാളും വലിയൊരു ടെൻഷൻ ഞാൻ ഈ ഹിന്ദിക്കാരെ എങ്ങനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പണി തുടങ്ങിയിട്ടുണ്ട് ഗീസ്. ആദ്യം തന്നെ അവർ ഹെയർ വാഷ് ചെയ്തു, പിന്നെ ബ്ലോ ഡ്രൈ ചെയ്തു. ഇതാണ് ഗീസ് എൻ്റെ നാച്ചുറൽ ഹെയർ. ഒരു വേവി ടെക്സ്ചറാണ് എൻ്റെ ഈ ഹെയർ ഉള്ളത് ഇപ്പം. അത് കഴിഞ്ഞിട്ട് അവർ മുടിനെ ഓരോ സെക്ഷൻസായി മാറ്റിയിട്ട് നാനോപ്ലാസ്റ്റിയ സൊല്യൂഷൻ അപ്ലൈ ചെയ്തു. നാനോപ്ലാസ്റ്റിയ സേഫ് ആണ് എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇതിലങ്ങനെ ഹാഷ് കെമിക്കൽസ് ഒന്നും ഇല്ലെന്ന്. അതുകൊണ്ടാണ് ഞാനും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വെച്ചത്. അങ്ങനെ മുടിയിൽ മൊത്തത്തിൽ ഇവർ അപ്ലൈ ചെയ്തിട്ട് മുടിനെ ഇങ്ങനെ ക്ലിപ്പ് വെച്ചിട്ട് ഈ പ്ലാസ്റ്റിക്കും കൊണ്ട് റാപ്പ് ചെയ്ത് വെക്കും. ഇതൊരു 15 മിനിറ്റ്സ് വെക്കണം എന്നാണ് പറയുന്നത്. എൻ്റെ ഓൾമോസ്റ്റ് ഒരു 1 അവറൊക്കെ വെച്ചിട്ടുണ്ടേ. അതുകൊണ്ട് തന്നെ എനിക്ക് ബോറടിച്ചു. അങ്ങനെ അവർ അയച്ചു 15 മിനിറ്റ്സ് ആയപ്പോൾ. അത് കഴിഞ്ഞിട്ട് അവർ ആ ഹെയറിനെ ബ്ലോ ഡ്രൈ ചെയ്തു. ഇതൊരു 15 മിനിറ്റ്സിൽ ഇങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്കൊരു കോഫിയും കൂടെ കിട്ടി. അത് അത്യാവശ്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ബാക്കി സ്ഥലത്തൂടെയൊക്കെ ബ്ലോ ഡ്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പ്രധാന പരിപാടി. ഇപ്പം എൻ്റെ മുടി ഇങ്ങനെയുണ്ട് കേട്ടോ. ഇനിയാണ് ഗൈസ് ഈ നാനോപ്ലാസ്റ്റി ഒന്ന് മുടിയിൽ സീലാവാൻ വേണ്ടി ഹീറ്റ് വെച്ച് അവർ അയൺ ചെയ്യും. ഇതാണ് പക്ഷേ കുറച്ച് വേദന എടുക്കുക. കാരണം ഇതിങ്ങനെ മുടി വലിച്ചു പിടിച്ചിട്ടല്ലേ ചെയ്യുക. അപ്പോൾ കുറച്ച് വേദനയൊക്കെ എടുക്കും. ആൻഡ് ഇത് കുറേ സമയമുള്ള പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 1.5 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ എല്ലാ പാർട്ട് സെക്ഷൻസായിട്ട് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പുള്ളിക്കും കൂടെ മടുത്തിട്ടാന്ന് തോന്നുന്നു. ഇനിയൊരു ആളും കൂടെ വന്നിട്ട് 2 പേരും കൂടെ ചേർന്നിട്ട് എന്തായാലും ഇപ്പോൾ ചെയ്തു. ഇപ്പം ഗൈസ് എൻ്റെ മുടി ഇങ്ങനെയുണ്ട്. നിങ്ങൾക്കിത് കണ്ടപ്പോൾ ആരെയാണ് ഓർമ്മ വന്നത്? എനിക്ക് എന്തായാലും ഹാപ്പി ഹസ്ബൻഡ്സിലെ സലീം കുമാറിനെ ആയിട്ട് ഓർമ്മ വന്നത്. നല്ല ടെൻഷനും ആയി കണ്ടപ്പോൾ ഒന്ന്. പിന്നെ അവരെന്തായാലും ഹെയർ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. ഇപ്പൊക്കെ എൻ്റെ മുഖത്ത് നല്ലൊരു ടെൻഷനുണ്ട് ഗീസ്. എന്താവുമെന്ന് എനിക്കൊരു പിടിയില്ല. അങ്ങനെ ഹെയർ വാഷ് ചെയ്തിട്ട് വീണ്ടും ഒരു ബ്ലോ ഡ്രൈ ചെയ്ത് തുടങ്ങി. ബ്ലോ ഡ്രൈ ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് കുറച്ചൊരു സമാധാനമായിട്ടോ. കാരണം ഏകദേശം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ആ ഒരു ടെക്സ്ചർ വന്നു. ആ വേവി ഒക്കെ മാറിയിട്ട് സ്ട്രെയിറ്റായി. അധികം അങ്ങോട്ട് സ്ട്രെയിറ്റും അല്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വേണ്ടിയ ഒരു ടെക്സ്ചർ ഇത് തന്നെയായിരുന്നു. അത് തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ പിന്നെ പുറത്തോട്ടിറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് സംശയം ഉണ്ടെങ്കിൽ നാനോപ്ലാസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ കമൻറ്റിൽ. അപ്പോൾ ബൈ ബൈ.